എന്താ ഇതനിയും കുട്ടാ? ഇത് കോട്ടുവായിടുന്ന മഹാകവയിത്രി. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. എങ്ങോട്ട് പിടിച്ചേ, കൈവിട്ട് കളയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുത്തശ്ശിയോട് പറയാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായിട്ട് മാറ്ററിന്റെ സീരിയസ്നെസ് കളയരുത്. ഒരു കല്യാണക്കാര്യ പറയൂ. നമ്മുടെ പുതുവിനെ ഒരു രസികൻ ആലോചന. രസികൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആലോചന. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ആലോചന. ഒക്കെ ഞാൻ അറിഞ്ഞു കുട്ടി. അറിഞ്ഞോ? എങ്ങനെ അറിഞ്ഞു മുത്തശ്ശി? അവള് പറഞ്ഞു. അവൾ എങ്ങനത്തെ കാര്യം പറയോ? പാർവതി പറഞ്ഞു. അമ്മയുടെ അടുത്ത് വരെ എത്തിയോ ഈ കാര്യം? ആ അപ്പൻ നേരിട്ട് പറയായിരുന്നു. അപ്പേട്ടൻ നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ? നമ്മുടെ സുധുവിനെ അവൻ ഇഷ്ടപ്പെടുക എന്ന് വെച്ചാ ഞാൻ ഈ കാര്യം എങ്ങനെ അവനോട് പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അവളെ എന്നെ ഏൽപ്പിച്ചിട്ടാ എന്റെ മോൻ പോയത്. അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെയും. വിഷ്ണുമായി രക്ഷിച്ചു. നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. എനിക്ക് ആദ്യം ഇത് മുത്തശ്ശിയോട് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഒരുപാട് താമസിച്ചു. ഞാൻ കിടക്കട്ടെ. മോനെ ക്യാമറ. അനിയൻകുട്ടാ, എന്താ അമ്മായി? എന്തിനാ വിളിപ്പിച്ചേ? എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. കുഞ്ഞിരിക്ക്. വേണ്ട. എന്താ ഉണ്ടായേ? വല്യമ്പുരട്ട് ഇന്നലെ എന്നെ വിളിപ്പിച്ച് സുധുവിന് ഏട്ട കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മാവന്റെയും വലിയ ആഗ്രഹമായിരുന്നു അത്. എനിക്കത് പറയാനുള്ള യോഗ്യതയും അവകാശമുണ്ടോ കുഞ്ഞ്? വിളക്കിൽ തിരി താഴ്ത്തുന്നത് പോലെ എല്ലാം മനസ്സിലൊതുക്കി കഴിയുമ്പോഴാ ഇന്നലെ വല്യമ്പുരാട്ടി വിളിച്ചത് പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ അമ്മായി? അപ്പൊ കരയാ വേണ്ട? അവള് സമ്മതിക്കുന്നില്ല കുഞ്ഞ്. എന്താ കാര്യം? അവൾക്ക് താല്പര്യമില്ലത്രേ. കുഞ്ഞ് അവളെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. കുഞ്ഞ് പറഞ്ഞാലേ അവള് കേൾക്കൂ. അത് ഞാൻ പറയാം. പിന്നെന്താ? അവളോടെ വിളിക്കുക. ഞാൻ പറഞ്ഞേക്കാം. അണ്ണനിത് അറിഞ്ഞു കാണില്ല. ഇവിടെ വന്നപ്പോഴാ എല്ലാരും അറിയുന്നത്. ഞാൻ വന്നപ്പോ അനന്തരാമൻ സാർ 4-5 പേരെ കൊണ്ട് കസേര പെറുക്കിടിക്കുന്നു. എന്റെയിലും ഒന്നും ഒരെണ്ണം കൊണ്ടിടാൻ. ഈ സ്ഥാപനത്തിൽ നിന്നും പെൻഷൻ പറ്റി വളരെ കാലമായിട്ടും ഈ സ്ഥാപനത്തിൽ തന്നെ എന്താ ഇവിടെ മീറ്റിംഗ്? നമ്മുടെ വാസുവിനെ പറഞ്ഞേക്കാൻ പോവുക. ഞാൻ ഇവിടെ രേഖപ്പെടുത്തട്ടെ. എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ശ്രീ വാസുദേവ വാര്യരെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ സർവമംഗളങ്ങളും നേരുന്നു. നമ്മുടെ വകയായി ഈ ഉപഹാരം സ്വീകരിക്കുവാൻ ഞാൻ ശ്രീ വാസുദേവ വാര്യരെ ക്ഷണിക്കുന്നു. അമ്മ കൊടുത്തേക്കും. വേണ്ട, നീ കൊടുത്താ മതി. ശ്രീ വാസുദേവ വാര്യർ നമ്മളോട് 2 വാക്ക് സംസാരിക്കും. തീർത്ഥാടനത്തിനാണെങ്കിൽ പോലും എന്നേക്കുമായി തറവാട് വിട്ടിറങ്ങേണ്ടി വരുമ്പോ ഏത് യോഗിയുടെയും മനസ്സൊന്ന് പിടയ്ക്കും. ആ പിടപ്പ് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്.
ഒന്നും പറയാൻ കഴിയുന്നില്ല. എനിക്കാരോടും പരിഭവമില്ല. എല്ലാവരും നന്നായിരിക്കണം. പ്രായമായ അച്ഛൻ മരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന മകൻ പരിഷ്കാര ലോകത്തിന്റെ പ്രാക്ടിക്കൽ പ്രതിനിധിയാണ്. നല്ല മനുഷ്യർക്ക് പരിഷ്കാരമല്ല, സംസ്കാരമാണ് വലുത്. ഈ കെട്ടിടത്തിൽ നിന്ന് വാസുവേട്ടൻ പോകുന്നുള്ളൂ. എന്റെ മനസ്സിൽ നിന്ന് വാസുവേട്ടനെ ഞാൻ ഒരിക്കലും പറഞ്ഞയക്കില്ല. കുഞ്ഞെ, ഭാര്യർക്കും മടുത്തിട്ടുണ്ടാവും. പൊയ്ക്കോട്ടെ. എന്നാലും നിനക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ കുട്ടിയെ? മാന്യമായിട്ട് മുത്തശ്ശിയാളെ പറഞ്ഞു വിട്ടത്. അതെ, ചെയ്ത തെറ്റിന്റെ കൂടെ മാന്യമായിട്ട് എന്നൊരു വാക്ക് ചേർത്താൽ തെറ്റ് തെറ്റല്ലാതാവില്ല. മാന്യമായിട്ട് ഡിസ്മിസ് ചെയ്യുക, മാന്യമായിട്ട് മുഖത്ത് വെക്കുക, മാന്യമായിട്ട് കഴുത്തിറക്കുക. മുത്തശ്ശന്റെ പാരമ്പര്യത്തെ ഒരു ഉണക്ക വിളക്ക് കൊടുത്ത് താൻ പറഞ്ഞു വിട്ടത്. ഇപ്പൊ മുത്തശ്ശി അനിയൻകുട്ട എന്ന് വിളിക്കും. വിളിക്കണ്ട, ഞാൻ നിർത്തി, മാന്യമായിട്ട് നിർത്തി. രൂപയായി വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ഒരൊറ്റ ചെക്കിൽ എഴുതി തള്ളി അപ്പേട്ടൻ. തരാൻ മനസ്സും കൂടി വേണേ. സൂക്ഷിച്ചോടിക്കണം. പോവാം. ആ ചേച്ചി അങ്ങോട്ടാ. ഇനി തൊട്ട് ചേച്ചിയെ ഞാൻ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്താൽ മതി എന്ന് അപ്പേട്ടൻ പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, അങ്ങോട്ട് കയറിയാൽ മതി. ചേച്ചി, ഒരു ജനത സ്വയം താഴാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് വേലിതന്റെ വിളവ് തിന്നുന്ന ഈ ഭരണാഭാസം പിഴുതെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എഴുതി കഴിഞ്ഞോ? സർ, ടൈറ്റിൽ എഴുതിക്കോ. നിയമസഭയും ഭരണാഭാസവും. നേരത്തെ എഴുതുന്ന എഡിറ്റോറിയൽ മാറ്റി ഇത് കമ്പോസ് ചെയ്തേക്ക്. വനം വകുപ്പ് മന്ത്രിയെയും ഹെൽത്ത് മിനിസ്റ്ററെയും ഡയറക്റ്റായി അറ്റാക്ക് ചെയ്തിരിക്കുക. ജേക്കബേ. സർ, നേരത്തെ കമ്പോസ് ചെയ്ത എഡിറ്റോറിയൽ തന്നെ കൊടുത്താൽ മതി. ഡെസ്കിലുള്ള മറ്റാരും അറിയണ്ട. യെസ് സർ. എന്റെ അച്ഛന്റെ അഭിമാനത്തെ തൊട്ട് കളിക്കാൻ ഒരുത്തരം ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന കേക്ക്. അച്ഛൻ എഴുതി കൊടുത്ത എഡിറ്റോറിയൽ അല്ല ഇന്നത്തെ പത്രത്തിൽ വന്നത്. നീ ഒന്ന് ക്ഷമിക്കണ്ട അനിയും. മുഖത്തടിക്കാമായിരുന്നില്ലെന്ന് അച്ഛൻ ചോദിച്ചു. എന്നോടല്ല, ഈ എഴുത്തുപുരയോട്. എനിക്കറിയണം ആരെ എഡിറ്റോറിയൽ മാറ്റിയത്. മന്ത്രിമാർ മാത്രമല്ല, അധികാര സ്ഥാനത്തുള്ള പലരും ഈ വീടുമായി ആത്മബന്ധമുള്ളവരാണ്. അവരെ അവഹേളിക്കുകയും ശത്രുക്കളാക്കുകയും ചെയ്യുന്ന അനാവശ്യമായ പത്രധർമ്മത്തിന് കൂട്ടുനിൽക്കാൻ തൽക്കാലം സാധ്യമല്ല. നിന്റെ അച്ഛന്റെ ഫ്രസ്ട്രേഷൻസ് കുത്തിക്കുറിച്ചുള്ളതല്ല മലയാള ശബ്ദത്തിന്റെ എഡിറ്റോറിയൽ. അച്ഛന്റെ ഫ്രസ്ട്രേഷൻസോ? അച്ഛന്റെ ഏറ്റവും വലിയ ഫ്രസ്ട്രേഷനാണ് അമ്മ. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. പറയടാ, പറ. പ്രായം മറയ്ക്കാൻ അമ്മ തേച്ച് അടക്കുന്ന ഈ സൊസൈറ്റി ചായം പൂശാൻ കെ മേനോനെ കിട്ടില്ല. റമ്മി കളിച്ച് പരദൂഷണ പാർട്ടികളിൽ കോമാളി വേഷം കിട്ടുന്ന ഭർത്താവ് ഗോഷ്ഠയല്ല എന്റെ അച്ഛൻ. ആ ഒരൊറ്റ കുറവിലല്ലേ അമ്മ അച്ഛനെ നെഗ്ലക്ട് ചെയ്യുന്നത്? ചെയ്തോ. പക്ഷെ എന്റെ അച്ഛന്റെ അക്ഷരങ്ങളെ നെഗ്ലക്ട് ചെയ്താൽ അനിയൻകുട്ടാ, ഒഫീഷ്യലായിട്ട് തന്നെ ആയിക്കോട്ടെ. ഇതാ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. ആപ്ലിക്കേഷൻ ഫാറം പൂരിപ്പിച്ചു കൊടുത്തല്ല ഞാൻ മലയാള ശബ്ദത്തിന്റെ പത്രാധിപരായത്. നിന്റെ അമ്മയെയും മലയാള ശബ്ദത്തെയും ഒന്നിച്ച ഈ അക്ഷരത്തിന്റെ ദേവി എന്നെ ഏൽപ്പിച്ചത്. മതിയായി അമ്മേ. നമ്മുടെ പത്രമാഫീസിൽ ഒരു പുരാവസ്തുവായിരിക്കാൻ കെ മേനോന് വയ്യ. ഇതാ വാങ്ങിക്കേ. അച്ഛാ, അപ്പേട്ടനൊരു വിവരക്കേട് കാണിച്ചു എന്ന് വെച്ച് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. പെട്ടെന്നെടുത്ത തീരുമാനമല്ല മോനെ. ദിവസങ്ങളായി ഞാനൊന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ട്. മുത്തശ്ശി ഒന്ന് പറ. ഞാനൊന്നും പറയില്ല. മേനോൻ എനിക്കറിയാം. അച്ഛാ പ്ലീസ് അച്ഛാ, ഒന്ന് പറയടോ അച്ഛനോട്. ഇത് വീട്ടുകാരെയല്ല, ഓഫീസുകാരെയാ. എനിക്കൊന്നും പറയാനില്ല. എന്തിനായിരുന്നു ഈ നാടകമൊക്കെ? മക്കൾ തന്നോളം വളരുമ്പോ കോംപ്ലക്സ് ഉണ്ടായിട്ട് കാര്യമില്ല. അൽഹീനയുടെ ചെരുപ്പിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ നിനക്ക് എന്നേക്കാൾ പൊക്കം വെച്ചു എന്ന് തോന്നി തുടങ്ങിയത്. അതുപോലൊരു കോംപ്ലക്സ് മാത്രമാണ് അവന്റെ വളർച്ചയും. തന്നോളമായ മകനെ താനെന്ന് വിളിക്കാം, സാറേ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്റെ രാജിയും. ആരാ പറഞ്ഞത്? കണ്ടില്ലേ കൊതുക് കത്തിച്ചു വെച്ചിരിക്കുന്നത്? അതെ, കൊതുക് ചത്തു വീഴാതെ നോക്കിക്കോണേ. നിറയെ ചക്കര പോട്ടിരിക്കണേ. എന്നാ കുറച്ച് അവലും മലരും തേങ്ങയും കൂടെ സംഘടിപ്പിച്ച
വന്ന സ്ഥിതിക്ക് ഒരു ഗണപതി ഹോമം നടത്തിയെങ്കിലും പോവാം. കളിയാക്കണ്ട. തന്റെ ഗണപതി ഹോമത്തിന്റെ ഗുണം കൊണ്ടാ മേനോ സാറിന് രാജിവെച്ചത്. അച്ഛനിരുന്ന കസേരയിൽ അപ്പേട്ടൻ കയറിയിരിക്കുന്നു. മാനേജിംഗ് എഡിറ്റർ. ഇരിക്കാനല്ലേ പറ്റൂ, എഴുതാൻ പറ്റില്ലല്ലോ. മേനോ സാറ് എന്റെ കേരള പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആവണം. എഡിറ്റോറിയൽ മാത്രം മതി. ഇവിടെ ഇരുന്ന് എഴുതി തന്നാ മതി. മലയാള ശബ്ദം എനിക്കൊരു പത്രം മാത്രമല്ല, എന്റെ തറവാട് കൂടിയാണ്. അറിയാം. തറവാട്ടിൽ നിന്ന് അങ്ങനെ ആരും പൊറുതി മാറില്ലല്ലോ. ഇനി ഞാൻ മറ്റൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന പ്രശ്നമില്ല. വല്ലതും എഴുതിത്തരാം, അതേ എനിക്ക് പറ്റൂ. ഇതൊന്നും വേണ്ടിയിരുന്നില്ല അപ്പച്ചി. എനിക്കിതൊന്നും ഇഷ്ടമല്ല. നീ നിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരല്ലോ, അപ്പന്റെ സ്റ്റാറ്റസ് കൂടെ നോക്കണം. അതൊക്കെ കഴുത്തി കിടക്കട്ടെ, എന്തിനാ ഊരി മാറ്റുന്നത്? പെൺകുട്ടികളുടെ ആഭരണം അവരുടെ സ്വഭാവം തന്നെയാ. അപ്പച്ചി കല്യാണക്കുടി അടിച്ചോ? ഇന്ന് അടിച്ചു കിട്ടും. നിന്റെ വിവാഹം നടത്തിയ പോലെ വിഷ്ണുമായയുടെ മുമ്പിൽ ഇവൾക്കും പന്തലിടാം. നിയമസഭയും ഭരണാഭാസവും. മലയാള ശബ്ദത്തിന് വേണ്ടി ഞാൻ എഴുതിയ എഡിറ്റോറിയലാ. അത് അതിൽ അച്ചടിച്ച് വന്നില്ല. ഞാൻ എഴുതിയതൊന്നും ഇന്ന് വരെ അച്ചടിക്കാതെ വന്നിട്ടില്ല. വർക്കിയുടെ കേരള പത്രത്തിൽ അച്ചടിച്ച് വരണമെന്നായിരിക്കും. ആയിക്കോട്ടെ, ഞങ്ങൾക്കിത് മഹാഭാഗ്യമാണ്. മിസ്റ്റർ വർക്കി, നിങ്ങളുടെ പത്രത്തിന്റെ ഡിസ്കഷനും ബിസിനസ്സും ഒക്കെ നിങ്ങളുടെ ഓഫീസിൽ വെച്ച് അയക്കണം. അമ്മേ, എന്താ അമ്മയ്ക്ക്? അച്ഛനും മോനും കൂടെ എന്നെ തോൽപ്പിക്കാൻ നോക്കല്ലേ? നീ കാര്യം മനസ്സിലാക്കാനാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലായി. ഈ വീട്ടിൽ 2 പത്രം ഓഫീസ് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ സാർ. ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല, അല്ലേ മോനെ? ബുക്കിൽ നോക്കിയിരുന്ന നിനക്ക് എന്നെ കാണാതിരിക്കാനേ പറ്റൂ. എനിക്ക് നിന്നെ കാണാം. ഈ അകൽച്ച ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് വേണ്ട എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ മാറുന്നത്. ധർമ്മക്കഞ്ഞി കുടിച്ച് കഴിയേണ്ട പ്രായം എനിക്കായിട്ടില്ല. അറിഞ്ഞോ അറിയാതെയോ നീ എന്നോട് കാണിക്കുന്ന ഈ നിഷേധം, ഇത് സഹിച്ചിവിടെ കഴിയാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല. മാറിയിരുന്ന് സ്വസ്ഥമായിട്ട് എഴുതാൻ ഞാനൊരു വീടെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് 30 കിലോമീറ്ററേ ഉള്ളൂ. എപ്പോ വേണമെങ്കിലും വരാം. എനിക്ക് എഴുതണം. എഴുതാനേ എനിക്കറിയൂ. എഴുതാപ്പുറം വായിക്കാൻ എനിക്കറിയില്ല. മേനോൻ ഇറങ്ങല്ലേ? ആഹാരത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ പോലെ. വർക്കി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അനുവാദം ചോദിക്കാതിരുന്നത് അനാദരവായിട്ട് തോന്നരുത്. ചോദിച്ചാൽ തരില്ലെന്ന് എനിക്കറിയാം. എഴുത്ത് നടക്കട്ടെ, അതെവിടെയായാലും എന്താ. എഴുതാൻ കഴിഞ്ഞ അത് തന്നെയാ പുണ്യം. എന്റെ വിഷ്ണുമായേ, ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറിത്തരണമെന്ന് പറയാൻ ഇതിൽ കൂടുതൽ നല്ല ഭാഷയില്ല. മോനെ, അച്ഛൻ വല്ലതും കഴിച്ചാണോ? യെസ്, കം ഇൻ. ഗുഡ് ഈവനിങ്. ഒരു മെമ്മോ ഉണ്ടായിരുന്നു. This is just an official formality.
എംപ്ലോയ്മെന്റ് രജിസ്റ്ററിലെ റെക്കോർഡ്സ് എല്ലാം ഓർഡറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ക്വാളിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൂഫ് റീഡറായിട്ട് അവിടെ പോയി ഇരിക്കണമെന്നല്ല, റെക്കോർഡ്സിൽ അങ്ങനെ പറ്റൂ. മെമ്മോ റിസീവ് ചെയ്തതായിട്ട് ഈ രജിസ്റ്ററിലൊന്ന് ഒപ്പിട്ടാൽ നിന്റെ അച്ഛൻ വീട്ടിൽ കൊണ്ടുകൊടുക്കടാ മെമ്മോ. ഞാനാണ് കേൾക്കണം ബാസ്റ്റേഡ്. Get out. അനിച്ചേട്ടാ, ഒരു ഇൻഫോർമൽ അനൗൺസ്മെന്റ് നടത്തിക്കോട്ടെ. എന്റെ ഒരേ ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയ ഗോദവർമ്മയുടെ മകൾ സുദർശനയുടെയും എന്റെ മകൻ രാമവർമ്മയുടെയും മാരേജ് ഫിക്സ് ചെയ്തിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് അപ്പേട്ട. ഹലോ, ഹായ്. ഭാഷ ശരിയല്ലേ? ഒരു MBA ലൈനിൽ മുത്തശ്ശിയുടെ കാര്യത്തിൽ കിട്ടിയ ഭാഷയാണ്. അനിഞ്ചിട്ട് കഴിക്കുന്നില്ല. എക്സ്ക്യൂസ് മീ അപ്പേട്ട, ഒരു മിനിറ്റ്. മിസസ് മേനോൻ ഭാഗ്യവതിയാ. ഇതുപോലെ പുറത്തുള്ള 2 ആമകളെ കിട്ടിയല്ലോ. ഇൻഡാസ് കിട്ടി. കൊണ്ടുപോയി അവന്റെ അച്ഛൻ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞു. രവിവർമ്മയെ പ്രൂഫ് റീഡറാക്കിയിട്ട് ഇയാൾ മാനേജിംഗ് എഡിറ്റർ കസേലിരിക്കില്ല. ഹലോ വർമ്മയാൻ വർമ്മ, എന്താണ് ചേട്ടനും കൂടി ഒരു രഹസ്യം? കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിരിക്കല്ലേ? ഇനി മുമ്പോട്ടുള്ള നടപടികളെ കുറിച്ച് ഒരു ചെറിയ ക്ലാസ് കൊടുക്കായിരുന്നു. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നടക്കട്ടെ. വേണ്ടാത്ത പണിക്കൊന്നും പോവല്ലേ, ചളമാവേ. അച്ഛൻ പെട്ടിയെടുത്ത് പോയവനെന്ന് ഞാൻ പോകത്തില്ല. എങ്ങോട്ട് പോകുന്നില്ല, ക്ഷണിക്കാനൊക്കെ നമുക്ക് ജോലി ഉണ്ടാക്കി വെച്ചിരിക്കുക. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ. മെമ്മോ തന്നു വരുത്തിയതാ. നീ കഴിക്കുന്നില്ലേ? പ്രൂഫ് റീഡർക്ക് പറഞ്ഞിട്ടുള്ളതാണോ അമ്മേ സൊസൈറ്റിയും പാർട്ടി? അനിയൻചേട്ടന് ഭക്ഷണം ഇങ്ങോട്ട് എടുക്കട്ടെ. മെനി മോർ റിട്ടേൺസ് ഓഫ് ദ ഡേ സുദർശന. എന്താ മോനെ കാര്യം? നീ പോയി കിടന്നോ. അവരെ കണ്ടില്ലല്ലോ മോനെ. അവര് വന്നോളും മുത്തശ്ശി. ഇന്ന് ശരിക്കും സുധുവിന്റെ പിറന്നാളാണോ? ഓ, ആണ്ട് പിറന്നാളൊന്നുമല്ല, പക്ക പിറന്നാളാ. ക്ലബിൽ പാർട്ടി നടത്തണമെങ്കിൽ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കാരണം വേണ്ടേ? ബ്യൂട്ടി പാർലറിൽ കയറ്റി പെയിന്റ് ഒക്കെ അടിപ്പിച്ച അവളെ അവിടെ നിർത്തിയിരിക്കുന്നത്. ലിപ്സ്റ്റിക്കും ഉണ്ട്. പാവല്ലേടാ അവള്. പാവമായിരുന്നു. ഇന്ന് കണ്ടപ്പോ പാവയായിട്ട് തോന്നി. ഈ പരിഷ്കാരമൊക്കെ കാലത്തിന്റെ ആവശ്യമാ. തമ്പുരാട്ടി തിരി. ആ, പരിപെട്ട മുത്തശ്ശി പറഞ്ഞാട്ടോ, പരിഷ്കാരം കാലത്തിന്റെ ആവശ്യമാണെന്ന്. അതുകൊണ്ട് ആ ഇടയ്ക്കൊക്കെ പഠിപ്പുരെ തൂക്കി വല്ല ജാസൊക്കെ അടിച്ചു പഠിക്കാൻ നോക്ക്. എഴുത്തുപുര മുറ്റത്ത് ഫാഷൻ പരേഡ് നടത്താൻ പോവാണ് അപ്പേട്ടൻ. ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടി പരമേട്ടനെയും പായിപ്പാടിനെയും പൂറ്റിക്കുഞ്ഞിനെയൊക്കെ ടെറാക്കോട്ട പെയിന്റ് അടിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിർത്തിക്കളെ അപ്പേട്ടൻ. അയ്യോ കുഞ്ഞ്, അത് ഉണങ്ങുന്ന പെയിന്റ് ആയിരിക്കൂ. കിണുങ്ങുന്ന പെയിന്റ് കുഞ്ഞുണ്ണാമന്നാട്ടെ. ആ, ഞാൻ വരാം. ഒഴിഞ്ഞു മാറിയതാ. വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ? ആ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അനിഞ്ചേട്ട എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എത്ര ദിവസമായി അനിഞ്ചേട്ട എന്നോട് മിണ്ടിട്ടെന്ന് അറിയാമോ? എന്താ സുദർശനെ, സുഖമാണോ? ഇങ്ങനെ മിണ്ടിയാ മതിയോ? അനിഞ്ചേട്ടന്റെ മനസ്സിൽ എന്തുണ്ട്? അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ഇറിറ്റേറ്റ് ചെയ്തു അനിഞ്ചേട്ട? എന്ത് ഇറിറ്റേറ്റ് ചെയ്തെന്നോ? ആരോട് ചോദിച്ചിട്ടാടി നീ ലിപ്സ്റ്റിക് ഇട്ട്? ആരോട് ചോദിച്ചിട്ടാ ലിപ്സ്റ്റിക് ഇട്ടെന്ന്? അപ്പച്ചിയാ പറഞ്ഞു ഇങ്ങനെയൊക്കെ വേണമെന്ന്. ഓഹോ, ഒരു അപ്പച്ചയും മരുമോളും. ഈ മോന്തയ്ക്ക് എന്തോന്നാ തേച്ച് വെച്ചിരിക്കുന്നത്? മതിയോ? പറ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനിയും മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങള്?
അത് പോട്ടെ, അത് ഇതുപോലെ വിളക്കെണ്ണ തുടച്ചങ്ങ് തൂത്ത് കളഞ്ഞോളാം. ഇടി നാണമില്ലല്ലോടി, പക്ക പിറന്നാൾ ആണ്ട് പിറന്നാളാന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കളിപ്പിക്കാൻ. അയ്യേ, പോ, പൊയ്ക്കോ പൊയ്ക്കോ, എനിക്ക് ഉറക്കം വരുന്നു, പോ. മഹാഭാഗ്യമാ ഇങ്ങനൊരു ബന്ധം കിട്ടുന്നത്. എവിടെ വെച്ചാ താലി കെട്ടെന്ന് പറഞ്ഞത്? എഴുത്തുപുര വീട്ടിലെ കല്യാണമൊക്കെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താറുള്ളൂ ഏട്ടാ. ഓ അങ്ങനല്ലേ. എന്തിനാ നീ വരണമെന്ന് പറഞ്ഞേ? അനിയൻചേട്ടൻ എന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകൂ. കാര്യം പറ. എനിക്ക് അമ്മാവനെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം. അനിയൻചേട്ടാ പ്ലീസ് ഒന്ന് കൊണ്ടുപോകൂ. എന്തിനാ സുധു? അമ്മയുടെ സ്വഭാവം നിനക്കറിയാം. അനിയൻചേട്ടാ എന്നെ കൊണ്ടുപോകുമല്ലോ എന്ന് പറ. നിനക്ക് നിർബന്ധമാണെങ്കിൽ എനിക്ക് പോണം അനിയൻചേട്ടാ, അമ്മാവനെ കാണണം. അല്ലെങ്കിൽ അതൊരു വലിയ തെറ്റാ. വാ കേറ്. എങ്ങട്ടാ സുധു? അമ്മയൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ, ഞങ്ങൾ അങ്ങ് എത്തിക്കോളാം. ശരിയമ്മായി. മോളെ മുറുക്കി കെട്ടോ. എടോ മോളെയൊക്കെ അവര് മുറുകെ കെട്ടിക്കോളും. താൻ പോയി ആനയെ മുറുകെ കെട്ടാൻ നോക്ക്. മിസ്റ്റർ അനന്തരാമൻ, എനിക്ക് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലേ അലർജിയാണ്. പ്രൈവസി നഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം നെസസറി ഈവിൾ. ചിറം, കം ഓൺ. Cheers. Yes. വല്ലാതെ വൈകുന്നല്ലോ സുധു. കണ്ടിട്ട് പോവാ അനിയൻചേട്ടാ, വന്നതല്ലേ. ഇപ്പോഴും എത്തും. 7 മണിക്ക് മുമ്പ് വരുമെന്ന് പറഞ്ഞിട്ടാ സാറ് പോയത്. ഇവളിതെവിടെ പോയിരിക്കുക? ചോദിക്കുന്നവരടുത്തൊക്കെ ഇപ്പൊ വരുന്ന എത്രന്ന് വെച്ചാ പറയാ. വരുമ്പോ വരട്ടെ. സുധു എവിടെ? അവളും എത്തിയില്ലേ ഇതുവരെ? നിങ്ങളോടാ ചോദിച്ചേ? Sir, please, come on. എല്ലാരും ചോദിക്കുക അവളെവിടെയെന്ന്. കറങ്ങാൻ കണ്ട നേരം. ആട്ടിത്വം കൊടുത്താലും അടുക്കള സംസ്കാരം മാറില്ലെന്ന് വെച്ചാ പിന്നെന്ത് ചെയ്യാനാ? അരുത് മോളെ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരുപാട് നേരം അയച്ചാ പറയാതെ വന്ന്. അച്ഛൻ പെട്ടെന്ന് ഇവിടെ ഒന്ന് അനുഗ്രഹിച്ചേ. അവളെ ഞാൻ എന്നേ അനുഗ്രഹിച്ചു കഴിഞ്ഞതാ. പിണങ്ങിയിട്ടൊന്നും അല്ല മോളെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നത്. വെഡിങ് കാർഡ് കിട്ടി. മിസ്റ്റർ ആൻഡ് മിസ്സസ് KK മേനോൻ എന്നതിന്റെ മുകളിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്റെ മൂത്ത മോന്റെ കല്യാണം ഒരു ക്ഷണക്കത്തിലൂടെ അറിയിക്കേണ്ട ചുമതലയെ എന്റെ ഭാര്യയ്ക്കുള്ളൂ എങ്കിൽ മാറി നിൽക്കുന്നതല്ലേ അന്തസ്? നിനക്ക് നല്ലതേ വരൂ. സർ, യു ഷുഡ് കൺട്രോൾ യുവർ സെൽഫ്. കുറച്ച് സമയം മൂളി പോയിരുന്നാലോ? എന്താ അമ്മ ഇത്? എവിടെയായിരുന്നടാ ഇതുവരെ? എന്തിനാ ചോദിക്കണേ? എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? തനിക്കൊന്നും മനസ്സിലായില്ല. ഇയാൾക്കിപ്പോ ബോധമില്ല. ബോധമില്ലാത്ത നിനക്കാ. അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. നിനക്ക് വേണമെങ്കിൽ നിനക്ക് എടുക്കാറില്ല അവളെ. എന്തിനാ ഈ ഒളിച്ചു കളി? പറയടാ, എന്തിനായിരുന്നു ഈ ഒളിച്ചു കളി? മുത്തശ്ശി കേട്ടില്ലേ ഈ പറയുന്നത്? എനിക്ക് ഈ കല്യാണം വേണ്ട മുത്തശ്ശി. എനിക്ക് ഇനി കല്യാണം വേണ്ട മുത്തശ്ശി. എടീ, അമ്മ പാവാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ കേട്ട് നിൽക്കേണ്ടി വന്നത്. ഞാൻ അടുക്കളക്കാരിയല്ല. മുത്തശ്ശിയുടെ വയറ്റിൽ പറഞ്ഞ ഗോദാവരി മഹാരാജയുടെ മകളാ ഞാൻ. എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു ആഭാസനെ ഞാൻ സമ്മതിക്കില്ല. അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ മുത്തശ്ശി ഞാൻ. അവഗണിച്ച് ഇറക്കി വിട്ടില്ല അമ്മച്ചി. ആ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയതാ, അല്ലാതെ എന്റെ അനിയനെ കൂടെ കിടക്കാൻ പോയതല്ല. വേണ്ട മുത്തശ്ശി, ഇനി എന്നെ അങ്ങനെ വിളിക്കണ്ട. എന്റെ അച്ഛനല്ലാതെ കുറവ് ആദ്യമായി ചെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്ക് ആരുമില്ല, ആരുമില്ല. സുദർശനെ,
നീ നിഷേധിക്കുന്നത്? അവമാനിച്ചിട്ട് ഔദാര്യം തല്ലി കാണിച്ചാൽ കഴുത്ത് നീട്ടി തരുന്ന ക്ലാവ് പിടിച്ച് പിച്ചിലെ കോലൊന്നല്ല ഈ സുദർശന. ഈ വീട്ടിലെ രക്തമാണ് ഞാനും. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അറിവിന്റെ തിരുമുറ്റത്ത് അറിവുകേടിന്റെ ആൽക്കഹോളിക് പെർഫോമൻസ് അസലായപ്പെട്ട നാടകം അസലായി. അതിഥികളും അന്തേവാസികളും അമ്മയും മുത്തശ്ശിയും ഒന്നിച്ചിരുന്ന് കണ്ടില്ലേ? അസലായി അസലായി. ഇത്രത്തോളം ഭാവന അങ്ങേക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നല്ലൊരു പ്രോംപ്റ്ററും. നിനക്ക് നല്ലതേ വരൂന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി വന്ന് നമ്മുടെ സുധുവിനെ അമ്മ അപ്പേട്ടനും കൂടെ അപമാനിച്ചിറക്കി വിട്ടത്. അമ്മ തന്നെയാണോ അനിയൻ കുട്ട എന്ന് വിളിച്ച് എന്നെ വളർത്തിയത്? എങ്ങനെ നാവടക്കി കേട്ടു നിൽക്കാൻ പറ്റിയ അമ്മേ അപ്പേട്ടൻ എന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ? എനിക്ക് ആരുമില്ലേ? ഞാനും അനാഥനാണോ? അതെ മുത്തശ്ശി, എന്റെ അച്ഛനെ അപമാനിച്ചിറക്കി വിട്ട, നമ്മുടെ സുധുവിനെ അപമാനിച്ചിറക്കി വിട്ട ഈ അന്യായത്തിന്റെ വീട്ടിൽ ഞാൻ അനാഥൻ തന്നെയാണ്. അപ്പം തമ്മിലെ ഫലം നടക്കട്ടെ. ഒരു കരിക്കട്ട പോലെ ഈ വീട്ടിൽ കിടക്കാൻ എന്നെ കൊണ്ടാവില്ല.